നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി. 61 റൺസിൻ്റെ വിജയമാണ് നമ്മുടെ ടീം ഇന്നലെ കൊളംബോയിൽ സ്വന്തമാക്കിയത്. കളിക്ക് ശേഷം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു, ദിസ് ഈസ് ഫോർ ഇന്ത്യ. യെസ്, ഈ വിജയം ഇന്ത്യക്കുള്ളതാണ്, ഇന്ത്യ മഹാരാജ്യത്തിനുള്ളതാണ്. അദ്ദേഹം ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ദിസ് ഈസ് ഫോർ ഇന്ത്യ. ഞങ്ങൾ എന്താണോ കളിക്കുന്നത് ആ സെയിം ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് തന്നെയാണ് കളിച്ചത്. ഇഷാൻ ബാറ്റ് ചെയ്ത രീതി നോക്കുക, അവൻ എങ്ങനെയാണോ കളിച്ചുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയാണ്. ഹി ബാറ്റഡ് ദി സെയിം വേ. ഇഷാൻ സംതിങ് ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ചു, അത് നടപ്പാക്കി. ഇപ്പോൾ റണ്ണൊന്നും എടുക്കാതെ നമുക്ക് വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ ഒരാൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമായിരുന്നു. അതവൻ വളരെ അമേസിംഗ് ആയിട്ട് ചെയ്തു. തീർച്ചയായിട്ടും ഒരു ബിറ്റ് ഓഫ് സ്ലംബ് ഉണ്ടായി, പക്ഷേ T20 ക്രിക്കറ്റിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. പിന്നെ തിലകും ദ്യൂബയും റിങ്കുവും ഒക്കെ ബാറ്റ് ചെയ്ത രീതി, ഇറ്റ് ഈസ് കമൻറ്റബിൾ. എന്താണ് പാർ സ്കോർ എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ അത് ഒരല്പം ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ 175 റൺസിലെത്തിയ സമയത്ത് ഞങ്ങൾ ചിന്തിച്ചത് 15-20 റൺസ് എബവ് പാറാണ്, ഓവർ പാറാണ് എന്നാണ്. ഒരു 155 ആയിരുന്നെങ്കിൽ ഇതൊരു ടൈറ്റ് ഗെയിം ആവുമായിരുന്നു. ഹാർദിക് ന്യൂ ബോൾ എടുത്തു, അവൻ ആ ചാർജ് ഏറ്റെടുത്തു. ബുംറ അതിനുശേഷം നമുക്ക് കാണിച്ചു തന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച ബൗളർ ആവുന്നത് എന്ന്. തീർച്ചയായിട്ടും എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് കാണാൻ തന്നെ വളരെ സന്തോഷമായിരുന്നു. ഇറ്റ് വാസ് ഗ്രേറ്റ് ടു സീ എവരി വൺ കോൺട്രിബ്യൂട്ടിങ്. ഏതായാലും വളരെ മികച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ് നടത്തിയതിന് ശേഷം സൂര്യ പറയുന്നു, ഞങ്ങൾ ഈ നിമിഷങ്ങൾ ആഘോഷിക്കും, സന്തോഷിക്കും, അതിനുശേഷം അഹമ്മദാബാദിലെത്തിയിട്ട് അടുത്ത മത്സരത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ പോലെ ദിസ് ഈസ് ഫോർ ഇന്ത്യ. ഇത് ഇന്ത്യ മഹാരാജ്യത്തിനായിട്ട് നേടിയിട്ടുള്ള വിജയമാണ്. തുടരൻ വിജയങ്ങളാണിപ്പോൾ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്നത് ഒരു തുടർ കഥയായി മാറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.